ഇതാണ് അവസ്ഥ. ഓരോ ബസ്സുകളും നടു റോഡിൽ നിർത്തി ആളിനെ കയറ്റേണ്ട അവസ്ഥ. ഇതാണ് അവസ്ഥ. ഇതൊക്കെ ഒന്ന് കാണണം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തിലാണ്. കല്ലമ്പലത്തിന്റെ ഹൃദയത്തിൽ ഇവിടെയാണ് കിലോമീറ്ററുകൾ മാറി ലോക ഭൂപടത്തിൽ തന്നെ ഇടം നേടിയ വർക്കല പാവനാശം. ദിനവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ പാവനാശത്തേക്ക് എത്തുന്നത്. ഇത് കല്ലമ്പലമാണ്. ഒരുപക്ഷെ ഈ വിനോദ സഞ്ചാര മേഖലയിലേക്ക് വർക്കലയിലേക്ക് പോകാനുള്ള പ്രധാന കവാടം ഇവിടെയാണ്. ഈ ദേശീയപാതയിൽ നിന്നും ഈ കല്ലമ്പലത്തിലേക്കുള്ള കവാടത്തിലേക്കാണ് കയറുന്നത്. ഇവിടെയാണ് ഓരോ വിനോദസഞ്ചാരികളും ബസ് കയറുവാൻ കാത്തു നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു കയ്യേറ്റത്തിന്റെ നഗ്നമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ജീവകാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് അല്ലേ? ചേട്ടൻ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഇനി മരുന്ന് മേടിക്കുമെന്നാണോ ഇവിടെ? അല്ലല്ലോ. എന്നാൽ അറിയാൻ കഴിയുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നാണ്. ഒരു മെഡിക്കൽ ഷോപ്പ് കയ്യേറിയിരിക്കും അല്ലെങ്കിൽ പതിച്ചെടുത്തിരിക്കുന്നു അല്ലേ? ഇതൊക്കെ കേരളത്തിലല്ലേ നടക്കോ? കേരളത്തിലല്ലേ നടക്കോ? അതെ അല്ലേ? ചേച്ചി ഇവിടെ എന്താ മെഡിക്കൽ ഷോപ്പ് എന്തിനാ പരുത്ത് കണക്ക് വന്നിരിക്കുന്നത്? മെഡിക്കൽ ഷോപ്പിൽ എന്തിനു ബസ് കയറാൻ നിൽക്കുന്നു? ഇതിപ്പോ ഒരു മെഡിക്കൽ ഷോപ്പ് അല്ലേ? നിങ്ങൾ കേരളത്തിൽ തന്നെ ഇരിക്കുന്ന അല്ലേ? ഇത് മെഡിക്കൽ ഷോപ്പ് അല്ലേ? ഇത് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം അല്ലേ? പതിച്ചെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പതിച്ചുകൂടും. അത് ആരാണെന്ന് അറിയണ്ടേ അല്ലേ? ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം അല്ലേ ഇത്? ഇതിപ്പോ ഈ കമ്മ്യൂണിറ്റി ഫാർമസിയുടെ പേരിലാണ്. ജീവ കമ്മ്യൂണിറ്റി കാരുണ്യ. ഇത് ഒരു ബസ് സ്റ്റോപ്പ് അല്ലേ? ഇത് നിങ്ങൾക്ക് ആരാ പതിച്ചു തന്നത്? നിങ്ങൾക്ക് ആരാ പതിച്ചു തന്നത്? അതോ നിങ്ങൾ പതിച്ചെടുത്താണോ? ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിങ്ങൾ പതിച്ചെടുത്താണോ? നിങ്ങൾ പതിച്ചു തന്നാണോ? ഇത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തന്നെ. നിങ്ങളുടെ ബോർഡ് ജീവകാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്നാണ് അതിന്റെ ബോർഡ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഭൂരിഭാഗം എന്നല്ല മുഴുവനായി നിങ്ങൾ കൈയറിയിക്കുന്നതാണ് നമുക്ക് തോന്നിയത്. അങ്ങനെയാണോ അത്? നിങ്ങളൊക്കെ ജീവനക്കാരാണ് അല്ലേ? അറിയില്ല. അല്ല, നിങ്ങളൊക്കെ ജീവനക്കാരാണ്. അറിയില്ല. എത്ര വർഷം കൊണ്ട് ഇവിടെ ഈ പറയുന്ന ജീവനക്കാരാണ് നിൽക്കുന്നത്? ഒരു മാസം ആയതുള്ളൂ അല്ലേ? ഈ ഒരു മാസം കൊണ്ട് ഇങ്ങനെ തന്നെയാണ്. ജീവനക്കാരാണ് അല്ലേ? ജീവനക്കാരാണ്. നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തന്നാണോ അത് പൈസ എടുത്താണോ? ഇല്ലേ? മട്ടിപ്പവ് നസീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഇവിടെ ഈ വാർഡ് മെമ്പറായിട്ടിരുന്നത്. അവര് ഈ വാർഡ് മെമ്പറായിരുന്ന ആ സമയത്താണ് ഇതൊക്കെ ഇത്തരം കയ്യേറ്റങ്ങൾക്ക് മൗനസമ്മതം കൊടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശരി, നഗ്നമായ ഒരു കയ്യേറ്റമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇതിന്റെ താഴെ ഇതേതാണ്? ഷാൻ വെഡിങ് എന്താണ്? ഷാൻ സൂപ്പർ മാർക്കറ്റ് അല്ലേ? ഷാൻ വെഡിങ് പാലസ്. ഇതൊന്ന് കാണിക്ക. എന്തായാലും ശരി, തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജീവകാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്ന ഒരു മെഡിക്കൽ ഷോപ്പും പിന്നെ ഏതാണ് ഷാൻ വെഡിങ് പാലസ് എല്ലാവരും കൂടെ കൈ അറിയിക്കുന്നു അല്ലേ? അല്ലെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബസ് സ്റ്റോപ്പ് ഒന്നും ഇല്ലല്ലോ. ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ബസ് സ്റ്റോപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞുതരാം. ബസ് സ്റ്റോപ്പ് നേരത്തെ കല്ലമ്പലത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് 71 വയസ്സായി. കല്ലമ്പലത്തിനെ പറ്റിയുള്ള സകല പണ്ട് ഒടിഞ്ഞു വീണു പോയ ആലിനെ പറ്റിയും രാജകൊട്ടാരത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ വരുന്ന ചുമട് താങ്ങി വരെ ഉണ്ടായിരുന്നു. ചുമട് താങ്ങി വെക്കാൻ അറിയാം. അപ്പൊ ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അന്ന് പാർട്ടിക്കാരും ഉണ്ടാക്കിയ ബസ് സ്റ്റോപ്പ് അല്ല. ഇവിടെ ജനങ്ങൾ മഴ നനയാതിരിക്കാൻ ഒരു ലേശ ഓലയായിട്ടുണ്ടോന്ന് ചരിത്രങ്ങളൊക്കെ താങ്കൾക്ക് അറിയാം. ശരി, താങ്കൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? താങ്കൾ എന്തിനാ? ഞാനും ബസ് കയറാനായിട്ട് നിൽക്കുവാണ്. താങ്കൾ ഇത് മെഡിക്കൽ സ്റ്റോർ തന്നെയാണോ? ഈ മെഡിക്കൽ സ്റ്റോർ ഇവര് പതിച്ചെടുത്താണോ? ഈ ബസ് സ്റ്റോപ്പ് പതിച്ചെടുത്താണോ അതോ പതിച്ചു കൊടുത്താണോ അറിയണ്ടേ അല്ലേ? അമ്മ ഈ ബസ് സ്റ്റോപ്പ് പതിച്ചെടുത്തതാണോ പതിച്ചു കൊടുത്താണോ നമുക്ക് അറിയണ്ടേ? ജനങ്ങളുടെ ബസ് സ്റ്റോപ്പ് അല്ലേ? നിങ്ങളിങ്ങനെ ഈ മെഡിക്കൽ സ്റ്റോറിന്റെ സ്റ്റെപ്പിൽ കയറി ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? അമ്മ ഈ മെഡിക്കൽ സ്റ്റോറിന്റെ തിണ്ണയിൽ വന്നിരിക്കേണ്ട ആവശ്യം എന്താ? ഇങ്ങനെ അടിച്ച് അവരെ കയ്യേറി അങ്ങ് എടുത്തു. പക്ഷെ അവരൊന്നും പറയുന്നില്ല. നമ്മൾ കയറി ഇരിക്കുന്നു. കൊച്ചിനെയും കൊണ്ട് വന്നപ്പോ വെച്ചോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട്? ഇതൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണോ അല്ലേ? പാവപ്പെട്ടവന് 5 സെന്റ് കൊടുക്കും ഈ സർക്കാർ അല്ലേ? എന്തായാലും അല്ലേ, കഷ്ടമല്ലേ? നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തിലാണ്. പുറത്തിറങ്ങും.
എന്താ എന്താ അല്ലേ? എന്തായാലും ശരി, നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തിലാണ്. കല്ലമ്പലത്ത് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ഇന്ന് ജീവകാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്ന ഒരു മെഡിക്കൽ ഷോപ്പും പിന്നെ ഷാൻ വെഡിങ് പാലസ് എന്ന ഒരു സ്ഥാപനവും കൂടി പങ്കിട്ടെടുത്തിരിക്കുന്നു. ഇത് നമുക്കറിയാം, ലോക ഭൂപടത്തിൽ തന്നെ ഇടം നേടിയ വർക്കല പാവനാശം. ദിനവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ വർക്കല പാവനാശത്തേക്ക് എത്തുന്നത്. ഇത് ദേശീയപാതയിൽ നിന്നും പ്രധാന കവാടമാണ് കല്ലമ്പലം. ഇവിടെ വിനോദസഞ്ചാരികൾ ബസ് കയറുവാൻ എത്തുന്നതും ഇവിടെയാണ്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പ് നാടിത്, ഇത് ഈ ജീവകാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്ന ഈ മെഡിക്കൽ ഷോപ്പിന് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ആരെങ്കിലും പതിച്ചു കൊടുത്തതാണോ, ഇനി സ്വയമേ പതിച്ചെടുത്തതാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കയ്യേറ്റങ്ങളുടെ നഗ്നമായ ഒരു ദൃശ്യമാണ് നമ്മൾ കാട്ടുന്നത്. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മുതലാളിയോട് ചോദിക്കണമെന്നാണ്. എന്തായാലും ശരി, രണ്ട് മുതലാളിമാരും കൂടി ചേർന്ന് കല്ലമ്പലത്തിലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പതിച്ചെടുത്തിരിക്കുന്നു. ഇത് ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡാണ്. ഈ വാർത്ത പുറത്തു വരുമ്പോൾ ചിലപ്പോൾ പഞ്ചായത്ത് ഇടപെട്ടിട്ട് പറയും ഇതൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റി സൗകര്യം കൊടുക്കാൻ. അങ്ങനെയല്ല വേണ്ടത്. പൊതുമുതൽ കയ്യേറി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം തട്ടിയെടുത്ത ഇവർക്കെതിരെ കൃത്യമായ നിയമ നടപടി ഉണ്ടാകണം എന്ന് മാത്രം. അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ ഞങ്ങളുടെ വാർത്ത നാളെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ഞങ്ങൾ എത്തിക്കേണ്ടി വരും. ക്യാമറമാൻ അഗ്നി ജോലിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.